ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന എക്സംപ്റ്റഡ് പോർഷൻസ് ആയിരുന്നു, എക്സംപ്റ്റഡ് ഗെയിൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ആണ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന പോർഷനും, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം അസറ്റ്സ് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്യാപിറ്റൽ ഗെയിൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ്, ദറ്റ് ഈസ് സെക്ഷൻ 54D. അതായത് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നതാണ് ഒരു കമ്പൽസറി അക്വിസിഷനിലൂടെ കിട്ടുന്ന ലാൻഡ്, അതിലൂടെ വരുന്ന ലാൻഡിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കേസിൽ അതിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ഗെയിന് എക്സംപ്റ്റഡ് ആയിരിക്കും. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഹെൽഡ് ബൈ ആൻ അസസി ഫോർ ദി പേർപ്പസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി എന്ത് ആയിരിക്കണം? ഹോൾഡ് ചെയ്തതായിരിക്കണം. ഈസ് എക്സംപ്റ്റ് ഇഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതിൽ വരുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ്? 2 കണ്ടീഷനാണുള്ളത്. ദി അസറ്റ് ഈസ് ഹെൽഡ് ബൈ ദി അസസി ഫോർ അറ്റ്ലീസ്റ്റ് 2 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി ട്രാൻസ്ഫർ. അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് 2 വർഷം എന്തായിരിക്കണം? ഹോൾഡ് ചെയ്തിട്ടായിരിക്കണം, അതിൻ്റെ ഓണറായിട്ടായിരിക്കണം അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ടാമത്തതോ, ദി അസസി ഹാസ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 years 3 വർഷത്തിനുള്ളിൽ, അതായത് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് 3 വർഷത്തിനുള്ളിൽ പുതിയൊരു ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ത് ചെയ്തിരിക്കണം? കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കണം. വേറൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, 3 വർഷത്തിനുള്ളിൽ. ഇവിടെ എമൗണ്ട് ഓഫ് എക്സംഷൻ വരുന്നത് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ കോസ്റ്റ് ഓഫ് ന്യൂ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്വയർഡ്, അതേപോലെ തന്നെ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം, ഇതാണ് വരുന്നത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് കമ്പനി ലിമിറ്റഡ് ഹാസ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ UP. എ ബിൽഡിംഗ് വിച്ച് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ July 2012 and used for purpose of the industrial undertaking since very beginning is compulsory acquired by the UP government on 10th July 2019 for ₹8 lakh. The written down value of the building on 1/4/2019 was ₹4,50,000. The company constructed another building for the purpose of shifting the department which was functioning in the building acquired by the government on 20th May 2020 at a cost of ₹4 lakh. Computer taxable capital gain. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ട്, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്. ഡിപ്രിസിയബിൾ അസറ്റിൻ്റെ കേസിൽ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ എത്രയാണ്? 8 lakh ആണ്. അപ്പോൾ നമ്മൾ സാധാരണ കൺസിഡറേഷൻ ആയിട്ട് വരുന്നത് 8 lakh ആണ്. കോമ്പൻസേഷൻ റിസീവ്ഡ് എത്രയാണ്? 8 lakh ആണ് വരുന്നത്. ഓക്കെ, 8 lakh ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബിൽഡിങ് മൈനസ് ചെയ്യണം. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ 1/4/2019 എന്നും പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 4,50,000 തന്നിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എത്ര? 3,50,000 ആണ്. 3,50,000 ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ആയിരിക്കും എല്ലാ സമയത്തും ഡിപ്രിസിയബിൾ അസറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 3,50,000 കിട്ടും. ഇനി നമ്മുടെ പോയിന്റ് എവിടെയാണ്? ഇവിടെ ദി കമ്പനി കൺസ്ട്രക്റ്റഡ് അനദർ ബിൽഡിംഗ്. കമ്പനി വീണ്ടും എന്ത് ചെയ്യാണ്? മറ്റൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തതിൻ്റെ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 4 lakh ആണ്. ഇതിന് നമുക്ക് എക്സംഷൻ കിട്ടും. ഇപ്പോൾ എക്സംഷൻ കിട്ടുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാൻ പറ്റും. ലെസ് എക്സംപ്റ്റഡ് എത്രയാണ്? എക്സംപ്റ്റഡ് 4 lakh ആണ് വരുന്നത്. 4 lakh ആണ് വരുന്നത്. ടാക്സബിൾ എന്തായിരിക്കും? നില്ലായിരിക്കും. അപ്പോൾ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 3,50,000 മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടും. 4 lakh കിട്ടൂല, 3,50,000 മാത്രമേ കിട്ടും. അത്ര മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ. അതുകൊണ്ട് ഇനി 4 lakhന് മുകളിലാണെങ്കിൽ 4 lakh വരെ കിട്ടും, ഇത്രേ കിട്ടും. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ബിൽഡിംഗ് കമ്പൽസറി അക്വയർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ അക്വയർ ചെയ്യുമ്പോൾ പുതുതായിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ കോസ്റ്റിന് നമുക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ,
ദ നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് അസറ്റ്. സെക്ഷൻ 54EC ആണ് വരുന്നത്. ഒരു സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. വേർ ആൻ അസസി ട്രാൻസ്ഫേഴ്സ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതായത് ബിൽഡിംഗ് ഓർ ലാൻഡ് അല്ലെങ്കിൽ അത് രണ്ടും. ഓക്കെ, ആൻഡ് ഇൻവെസ്റ്റ് ദി ക്യാപിറ്റൽ ഗെയിൻ ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്, ഒരു ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് 6 monthsന് ശേഷം ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ അസറ്റ് വിൽ ബി എക്സംപ്റ്റഡ് അപ് ടു 50 lakhs. 50 lakhs വരെ എക്സംപ്റ്റഡ് ആണ്. ദി സ്പെസിഫൈഡ് അസറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ബോൺസ് ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് റിഡീമബിൾ ആഫ്റ്റർ 5 years. ആഫ്റ്റർ 5 years റിഡീം ചെയ്യാൻ പറ്റുന്നത്. ഇഷ്യൂഡ് ആഫ്റ്റർ 1/4/2018, 1/4/2018 ശേഷം ഇഷ്യൂ ചെയ്തതായിരിക്കണം. രണ്ടാമത്തെ വരുന്ന ബോണ്ട് ഇഷ്യൂഡ് ബൈ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, റിഡീമബിൾ ആഫ്റ്റർ 5 years. ഇവിടെയും ഇഷ്യൂഡ് ആഫ്റ്റർ 1/4/2018. മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എനി നോട്ടിഫൈഡ് ബോൺസ്, റിഡീമബിൾ ആഫ്റ്റർ 5 years. ദെൻ ദിസ് ഓൾസോ ഇഷ്യൂഡ് ആഫ്റ്റർ 1/4/2018. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് എങ്ങനെയാണ്? അറൈസിങ് ഔട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് അസറ്റ് ആണെങ്കിൽ അവിടെയാണ് എക്സംഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സംഷൻ വരുന്നത് മാക്സിമം എത്ര വരെ കിട്ടും? 50 lakhs വരെ എക്സംഷൻ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എ പ്രൊവൈഡ്സ് ദി ഫോളോയിങ് ഡാറ്റ റിഗാർഡിംഗ് ഹിസ് ട്രാൻസാക്ഷൻ ഫോർ ദി സെയിൽ ഓഫ് ഹിസ് റെസിഡൻഷ്യൽ ഹൗസ് ഇൻ അസസ്മെൻറ്റ് ഇയർ 2020-21. കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഹൗസ് പർച്ചേസ്ഡ് ഇൻ 2001 to 4,50,000. House sold in November 2019, 42 lakhs. Purchased another residential house in September 2019, 16 lakhs. Invested in bonds of NHA, National Highway Authority of India, under section 54EC in January 2020, 10 lakh. Then next, the cost of inflation index in 2001-2 was 100 and for 2019-20 it was 289. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? നെറ്റ് കൺസിഡറേഷൻ ആണ്. സാധാരണ ചെയ്യുന്നത് പോലെ നോക്കുന്നു ക്യാപിറ്റൽ ഗെയിൻ കാണാൻ. നെറ്റ് കൺസിഡറേഷൻ എത്രയാണ്? സെയിൽ നടത്തുന്നത് 42 lakhsനാണ്. 42 lakhs നമ്മൾ കാണിക്കുന്നു. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പർച്ചേസ് ചെയ്യുന്ന എത്രക്കാണ്? 4,50,000-നാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പർച്ചേസ് ചെയ്യുന്ന 2001-2002 ആ സമയത്ത് 100 അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത് 2019 ഇപ്പോൾ 289 ഡിവൈഡഡ് ബൈ 100 വരും. ഓക്കെ, 2001-2002 100 ആണ്. അപ്പോൾ ഇതിനെ ഇൻഡെക്സ് ചെയ്യുന്നു. 13,500,000 എന്ന് ആൻസർ കിട്ടും. ഇനി 42 lakhsൽ നിന്നും ഈ ഒരു 13,500,000 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ കിട്ടും. അതായത് 28,99,500 എന്ന് ആൻസർ കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പർച്ചേസ്ഡ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ 2019 എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 16 lakhsന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 16 ലക്ഷത്തിന് ഒരു ഹൗസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെക്ഷൻ 54 പ്രകാരം ഒരു എക്സംഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു എക്സംഷനിൽ എന്ത് വരും? പുതുതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഹൗസിൻ്റെത് എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇതെന്താണ്? ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ലെസ് എക്സംപ്റ്റഡ് ന്യൂ ഹൗസ്. ഓക്കെ, ന്യൂ ഹൗസിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കും. അതെത്രയാണ്? 16 lakh ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റഡ് ഇൻ ബോൺസ് ഓഫ് NHA എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 10 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ NHA, നാഷണൽ ഹൈവേ അതോറിറ്റി എത്രയാണ്? 10 lakh ആണ് വരുന്നത്. ആ 10 lakhും നമുക്ക് എന്ത് ചെയ്യും? എക്സംഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 28,99,500 നിന്നും 16 lakhും 10 lakhും മൈനസ് ചെയ്യുന്നു. 2,99,500 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, 2,99,500.
ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 എക്സംപ്റ്റഡ് പോർഷനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്